7 ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. ആ 7 പേരും ഒരുമിച്ച് ഓടുകയാണ്. എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് കടന്നു പോവുകയാണ്. അവസാനം ഒരു ളുഹറിന്റെ സമയമാകുമ്പോ ഒരു മരച്ചുവട്ടിൽ അവരങ്ങ് കടന്നിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് സഹൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, ഓ സഹൽ തങ്ങളെ, നിങ്ങളെപ്പോഴും നബി തങ്ങളുടെ അധരങ്ങളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യ മുത്തുകളെ പഠിക്കുന്നവരാണ്, അത് കേൾക്കുന്നവരാണ്, അത് മനസ്സിലാക്കുന്നവരാണ്, അത് ഇഷ്ടപ്പെടുന്നവരാണ്, ഇഷ്ടം വെക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുമോ? ഹബീബിന്റെ അധരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യ മുത്തുകളെ ഈ ഇരിക്കുന്ന 7 സ്വഹാബത്തിന് പഠിപ്പിക്കാൻ പറ്റുമോ? സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ അരികത്തിരിക്കുമോ? എല്ലാവരും അരികത്തേക്ക് ഇരിക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് എല്ലാവരും വിട പറഞ്ഞു പോകും. വാപ്പ വിട്ട് പിരിഞ്ഞു പോകും, ഉമ്മ വിട്ട് പിരിഞ്ഞു പോകും, സഹോദരങ്ങളും കൂടപ്പുറപ്പുകളും കൂട്ടുകാരും എല്ലാവരും വിട്ട് പിരിഞ്ഞു പോകേണ്ടുന്നൊരു സമയമുണ്ടല്ലോ. അങ്ങനെ ഒരു സമയം വരുമ്പോ ലാഹികം മസ്റൂറാ, നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റണ്ടേ? ഉമ്മ കരഞ്ഞോട്ടെ, പാപ്പ കരഞ്ഞോട്ടെ, ഭാര്യ കരഞ്ഞോട്ടെ, ഭർത്താവ് കരഞ്ഞോട്ടെ, സഹോദരങ്ങൾ കരഞ്ഞോട്ടെ, ആര് കരഞ്ഞാലും ആ ഒരു സമയത്ത് ലാഹികം മസ്റൂറാ, നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റണമല്ലോ. അതിനെന്ത് വേണമെന്നറിയോ സ്വഹാബ? 4 കൂട്ടരോട് നമ്മൾ മഹബ്ബത്ത് കൊടുക്കലാണ്. ആ 4 കൂട്ടരോട് നമ്മൾ മഹബ്ബത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദുനിയാവിന്റെ പുറത്തുനിന്ന് എല്ലാവരും കരയുമ്പോഴും ആ 4 കൂട്ടരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലാഹികം മസ്റൂറാ. സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ 4 പേരെ സ്നേഹിക്കണം. ആ 4 പേര് നമുക്ക് പരിചയമുള്ളവരാണ്. നമ്മുടെ ഈ വിഷയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ആദ്യമുള്ള 2 പേര് പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഇത് ഹബീബിന്റെ വാക്കാണ്. ഒന്നാമത്തെ സ്നേഹം ആരോടാണ്? ഒന്നാമത്തെ സ്നേഹമാരോടാണ്? എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗന്നിയന്താവായ ആ റബ്ബിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വരാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത വാക്കും അതാണ്. ഹബീബിന്റെ വാക്കും അതാണ്. ആ വാക്കൊന്നും ഒരിക്കലും നമുക്ക് എടുത്ത് മാറ്റിക്കളയാൻ പറ്റൂല. ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഒന്നാമത്തെ മഹബ്ബത്ത് കൊടുക്കാനുള്ളത് റബ്ബിനോടാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ സഹലേ, എങ്ങനെയാണ് പടച്ചവനോട് മഹബ്ബത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു പോകുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, അത് അല്ലാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കലാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എന്തിനാണ് നിസ്കരിക്കുന്ന എന്ന് ചോദിച്ചാൽ, എന്തിനാണ് നോമ്പ് നോക്കുന്ന എന്ന് ചോദിച്ചാൽ, എന്തിനാണ് സ്വതക്ക ചെയ്യുന്ന എന്ന് ചോദിച്ചാൽ, എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്ന എന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, അല്ലാഹുവിന്റെ സ്വർഗത്തിനാ. ആ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്കൊന്ന് കടന്നു പോകാനാണ്. എൻ്റെ പ്രിയമുള്ള ഉപ്പമാരെ, എൻ്റെ പെങ്ങളെ, പടച്ചവനോട് മഹബ്ബത്ത് കൊടുക്കുന്ന ഒരാൾ സ്വർഗത്തെ സ്നേഹിക്കൂല, സ്വർഗത്തെ അവർ ഇഷ്ടപ്പെടൂല. പിന്നെ അവർ ആഗ്രഹിക്കുന്ന എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പൊരുത്തത്തെയാണ് അവർ കൊതിക്കുന്നത്. പടച്ചവന്റെ പൊരുത്തമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പടച്ചവന്റെ സ്വർഗം ലഭിക്കുമല്ലോ. അല്ലാഹുവിന്റെ പൊരുത്തമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കില്ല, സ്വർഗം ലഭിക്കില്ല. 1000 കൊല്ലക്കാലം നിസ്കരിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തെത്തിയപ്പോ റബ്ബ് പറയാ, എന്റെ പൊരുത്തത്തോടെ
എന്റെ സ്വർഗത്തിലേക്കൊന്ന് കടന്നു. ഇവൻ പറഞ്ഞു, വേണ്ട റബ്ബേ, അങ്ങനെ ഒരാളുടെ ഔദാര്യമോ ഒരാളുടെ പൊരുത്തമോ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ട. മറിച്ച് എങ്ങനെന്നറിയുമോ, ഞാൻ 1000 കൊല്ലക്കാലം നിസ്കരിച്ചിട്ടുണ്ട്. ആ 1000 കൊല്ലക്കാലം നിസ്കരിച്ചതിന്റെ പവറായിട്ട് എനിക്ക് നിന്റെ സ്വർഗം തരണമെന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നു, പൊക്കോ, എന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് പൊക്കോ. സഹോദരങ്ങളെ, റമളാൻ വരികയാണ്. നമ്മൾ എന്തിനാണ് റമളാനിലൂടെ കടന്നു വരുന്നത്? എന്തിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്? എന്തിനാ നമ്മൾ സ്വതക്ക ചെയ്യുന്നത്? എന്തിനാ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്? നമ്മളെല്ലാവരും ഒരേപോലെ പറയും, അല്ലാഹുവിന്റെ സ്വർഗമാണ് നർജുൽ ജന്നാ വനഖാഫുന്നാർ. ഞങ്ങൾ പടച്ചവന്റെ സ്വർഗത്തെ പ്രതീക്ഷിച്ചിട്ടാണ്, അള്ളാന്റെ കത്തിയാളുന്ന ആ നരകത്തെ പേടിച്ചിട്ടുമാണ് ഞങ്ങൾ ഇങ്ങനെ അമല് ചെയ്യുന്നത് എന്നവിടെന്ന് പറഞ്ഞു പോകുന്നവരല്ലേ നമ്മള്. പാപ്പമാരെ, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ സെക്കൻഡ് വരെ ഞാൻ നിങ്ങൾ എന്തിനാ നന്മ ചെയ്തതെന്ന് ചോദിച്ചാ നിങ്ങൾ എന്നോട് പറയാം, അള്ളാന്റെ സ്വർഗം കിട്ടാനാണ്. എന്തിനാ ഇശ നിസ്കരിച്ചെന്ന് ചോദിച്ചാൽ അപ്പോഴും നിങ്ങൾ പറയും സ്വർഗം കിട്ടാനാണ്. എന്തിനാ സ്വതക്ക ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോഴും നമ്മൾ പറയും സ്വർഗം കിട്ടാനാണ്. എന്തിനാണ് പരിശുദ്ധമായ റമളാനിൽ നമ്മൾ നോമ്പ് നോക്കുന്നതെന്ന് ചോദിച്ചാല് അപ്പോഴും നമ്മൾ പറയും അള്ളാന്റെ സ്വർഗം കിട്ടാനാണ്. സ്വർഗം അത് അള്ളാഹുവിന്റെ പടപ്പാണ്, നരകം അള്ളാഹുവിന്റെ പടപ്പാണ്, സൃഷ്ടികളാണ്. ഈ രണ്ടും അള്ളാഹു വിചാരിക്കും പോലെയാണ്. അതുകൊണ്ടാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്ന് കടന്നു വരുന്ന ഒരു സമയമുണ്ട്. ഖദ് നഹലൂ, ശരീരം മുഴുവനും മെലിഞ്ഞു പോയ, അസ്ഥിപഞ്ജനമായി പോയ കുറെ ആളുകൾ ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുകയാണ്. ഈസാ നബി അവരോട് ചോദിച്ചു, അല്ല സഹോദര, നിങ്ങൾ എന്തിനാണ് ശരീരമൊക്കെ മെലിഞ്ഞൊട്ടിയിട്ട് ഇതുപോലെ നിസ്കരിക്കുന്നത്? എന്തിനാ ഇതുപോലെ നോമ്പ് നോക്കുന്നത്? എന്തിനാ? അവര് പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കുന്നത് നർജുൽ ജന്നാ വനഖാഫുന്നാർ. ഞങ്ങൾ നിസ്കരിക്കുന്നത് സ്വർഗത്തിനാണ്. ഈസാ നബി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോ ഇതുപോലെ നിസ്കരിക്കുന്ന, ഇതുപോലെ നോമ്പ് നോക്കുന്ന കുറെ ആളുകൾ കാണുകയാണ്. അവരോടും ഈസാ നബി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? അവര് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ പൊരുത്തത്തിനാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലത്തിന് വേണ്ടിയാ. ഇത് കേട്ട ഈസാ നബി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്തും ഔലിയാ ലില്ലാഹ്, നിങ്ങളാണ് പടച്ചവന്റെ ഔലിയാക്കള് എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശത്തെ പടച്ചതാരാ? ഭൂമിയെ പടച്ചതാരാ? ഈ സസ്യലതാദികളെ പടച്ചതാരാ? ഈ അണ്ടകടാഹത്തെ പടച്ചതാരാണ്? അവര് പറഞ്ഞു, അല്ലാഹ്. അതൊക്കെ പടച്ചവന്റെ എന്താണെന്ന് പറയുമോ? അതൊക്കെ പടച്ചവന്റെ സൃഷ്ടികളാണ്. എന്നാൽ ചോദിക്കട്ടെ, ആകാശത്തെ പടച്ച റബ്ബ് തന്നെയല്ലേ സ്വർഗത്തെ പടച്ചത്? ഭൂമിയെ പടച്ച റബ്ബ് തന്നെയല്ലേ നരകത്തെ പടച്ചത്? അപ്പൊ സ്വർഗവും നരകവും പടച്ചവന്റെ പടപ്പുകളാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് ആ പടച്ചവന്റെ പടപ്പിനെയാണോ, അള്ളാന്റെ നരകമാകുന്ന ആ പടപ്പിനെയാണോ? അതുകൊണ്ട് നിങ്ങൾ പടച്ചവന്റെ പടപ്പിനെ പേടിക്കരുത്. സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യരുത്, സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കരുത്, സ്വർഗത്തിന് വേണ്ടി നോമ്പ് നോക്കരുത്, സ്വർഗത്തിന് വേണ്ടി സ്വതക്ക ചെയ്യരുത്. പിന്നെ എന്തിനു വേണ്ടി എന്നറിയുമോ? എന്തമല് ചെയ്താലും ഇരിക്കുന്ന നിങ്ങളോട് പറയാൻ, ഞാൻ ഉൾപ്പെടെ നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും സ്വർഗം ആഗ്രഹിക്കുകയേ ചെയ്യരുത്. അള്ളാന്റെ പൊരുത്താണ്. നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ നമ്മൾ പറയും, ഒരു സ്വർഗത്തിലല്ലേ ഇരിക്കുക, സ്വർഗോറപ്പാണ്.
പക്ഷേ അള്ളാഹ് പൊരുത്തത്തിനാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്കിൽ മാത്രമേ ആ സ്വർഗം നമുക്ക് ലഭിക്കുള്ളൂ. ഇവിടെ ഇരിക്കുന്നൊരു മനുഷ്യൻ ഭാഗ്യവാനാണ്. കാരണം അവന്റെ പാപങ്ങൾ മുഴുവൻ ഇങ്ങനെ ചോർന്നു പോകുന്ന ഒരു സമയമാണ്. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഉള്ളവരെന്ന് ആമീൻ പറയും. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ സ്നേഹം റബ്ബിനോടാണ്.